യൂറോ കപ്പ് ഫൈനലിലെ തോൽവിക്ക് പിന്നാലെ രാജിവെച്ച ഗാരറ്റ് സൗത്ത്ഗേറ്റിന് പകരക്കാരനെ കണ്ടെത്താൻ നീക്കങ്ങൾ തുടങ്ങി ഇംഗ്ലണ്ട് ഫുട്ബോൾ അസോസിയേഷൻ. ന്യൂകാസിൽ മാനേജർ എഡ്ഡി ഹൗ ആണ് ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രഥമ പരിഗണനയിലുള്ളത്. ചെൽസിയുടെ മുൻ പരിശീലകനായ ഗ്രഹാം പോട്ടർ, മൗറിസിയോ പൊച്ചറ്റീനോ, തോമസ് ടുഷേൽ എന്നിവരും ടോട്ടനം പരിശീലകനായ ആംഗെ പോസ്റ്റകോഗ്ലുവിനെയും ടീം പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പുറത്തുവിട്ട യോഗ്യതകളുള്ള ആർക്കും പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് ഫുട്ബോൾ അസോസിയേഷൻ ഓഫ് ഇംഗ്ലണ്ട് അറിയിച്ചു. പൂർണ്ണമായും ഓപ്പണായ റിക്രൂട്ട്മെൻറ്റാണ് നടത്തുന്നതെന്നും അസോസിയേഷൻ അറിയിച്ചു. 1966 ലോകകപ്പ് വിജയത്തിന് ശേഷം പിന്നീടൊരു ലോക കിരീടം നേടാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിട്ടില്ല. പ്രതിഭാശാലികളായ നിരവധി കളിക്കാർ ടീമിലെത്തിയെങ്കിലും കിരീട വരൾച്ചയ്ക്ക് വിരാമമിടാൻ കഴിഞ്ഞിട്ടില്ല. സൗത്ത്ഗേറ്റിന് കീഴിൽ 2 യൂറോ കപ്പുകളിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയെങ്കിലും തോൽവിയായിരുന്നു ഫലം. കഴിഞ്ഞ ലോകകപ്പിൽ ഇംഗ്ലണ്ട് സെമിയിൽ പുറത്താവുകയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.